ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹസീന. ഞാനൊരു ഹെയർ ആക്സസറീസ് മേക്കറാണ്. സോയില ഹെയർ ആക്സസറീസ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബോയാണ്. നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബോ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൂന്ന് കളർ ഒരു മൾട്ടി കളർ ബോയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 3 കളർ ഗ്രോസ് ഗ്രെയിൻ റിബൺസ് നമുക്ക് വേണം. പിന്നെ ഈ ഒരു കളറും 1 ഇഞ്ചിൻ്റെ 3 കളറും 1/4 ഇഞ്ചിൻ്റെ 1 കളറും. അതുപോലെ തന്നെ സൂചി നൂലും വേണം, നീഡിൽ വേണം, പിന്നെ ഒരു സിസർ വേണം, ലൈറ്റർ വേണം. ഇത് നമുക്ക് മെഷർ ചെയ്യാനുള്ളതും വേണം. പിന്നെ ഇത് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഗണ്ണോ, ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് B7000 എന്ന് പറഞ്ഞൊരു ഗ്ലൂ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രണ്ടും നല്ലത് തന്നെയാണ്. കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് B7000 യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാനിവിടെ എടുക്കുന്ന ഇത് 7 ഇഞ്ചിൻ്റെ 7 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. ഈ ടേപ്പിൽ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ഇഞ്ചസ്, താഴെ കാണിച്ചിരിക്കുന്നത് സെൻറ്റിമീറ്ററും. പിന്നെ നമുക്ക് ഈ ബോ ഒട്ടിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് എന്തിൽ വേണമെങ്കിലും ഒട്ടിക്കാം. അലിഗേറ്ററിലോ ടിക് ടാക്കിലോ അല്ലെങ്കിൽ ഹെയർ ബോയിലോ ഇതിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അലിഗേറ്ററിലാണ് ഒട്ടിക്കാൻ പോകുന്നത്, സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് മെഷർ ചെയ്തെടുക്കാം. ഞാനൊരു 7 ഇഞ്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ നമുക്ക് 3 റിബൺസും ഇതേ അളവിൽ എടുക്കാം. നമ്മൾ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സൈഡ് ഉരുക്കി കൊടുക്കാം. സൈഡ് ഉരുക്കി കൊടുത്തില്ലെങ്കിൽ ഇത് നൂലിങ്ങനെ ഇതായി വരും. നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഒട്ടിയിരുന്നോളും. ഇതും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അതവിടെ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നേരെ ഹാഫായിട്ട് മടക്കാം. നേരെ ഹാഫായിട്ട് മടക്കി ഇനി ഇതിനെ ഇങ്ങനെ മടക്കാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് സൈഡും ഒരേപോലെ ആയിരിക്കണം. ഒരേപോലെ ആയിരിക്കണം. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഒന്ന് ടൈ ചെയ്തു ഇവിടെ നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തയ്ച്ചിട്ട് നമ്മളിവിടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിൽ ഒരു റിബൺ കട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ചിൻ്റെ റിബണാണിത്, ഗ്രോസ് ഗ്രെയിൻ റിബൺ. അതും ഇതേപോലെ സൈഡൊന്ന് ഉരുക്കി കൊടുക്കാം. ഇനി നമുക്കിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഈ സെൻറ്ററിൽ. അല്ലെങ്കിൽ ഈ നൂല് ഒരു അഭംഗിയാണല്ലോ, അത് നൂല് കാണുന്ന രീതിയിൽ. അപ്പം നൂല് കാണാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അമ്മമാർക്കൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണിത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ഈസി ആയിട്ടിത് മേക്ക് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ വെച്ച് കൊടുക്കാനും പറ്റും. എല്ലാത്തിനും നല്ലതാണ്. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്കിനി ഇതൊരു അലിഗേറ്ററിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഹെഡ് ബോയിൽ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടിക് ടാക്കിൽ സ്റ്റിക്ക് ചെയ്യാം. ഇപ്പം ഞാനിത് അലിഗേറ്ററിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റിബൺ തന്നെ വേണമെന്നില്ല. നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടും സാറ്റിൻ തുണിയോ നെറ്റിൻ്റെ തുണിയോ ഏത് തുണി വേണമെങ്കിലും, കോട്ടനോ ഏതാണെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെഡ് ബോ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് ബൈ ബൈ.